നടക്കടാ വേഗം. അവിടെ എത്തിയിട്ടേ കുറെ കലാപരിപാടികൾ ഉള്ളതാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇനി എടുക്കണു. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് പിടിക്കണോ. ഒരു കൈ വിലം കിട്ടാ മതി. എന്നിട്ട് ജീപ്പിലേക്ക് വെച്ച് പൂട്ടടോ. ഈ മതയാനെ മെരിക്കാൻ ഇതേ മാർഗമുള്ളൂ. ഒറ്റക്കൊമ്പനെ വീഴ്ത്താൻ ഒറ്റ വാരിക്കുഴി, നിന്നെ വീഴ്ത്താൻ 10 വാരിക്കുഴി കുഴിച്ചു വെച്ചിട്ടാ ഈ സോമശേഖരന്റെ പടപ്പുറപ്പാട്. ഇതിൽ നിന്നെ ഞാൻ പൂട്ടും, ഒടുക്കത്തെ പൂട്ട്. അവന്റെ ഒരു ഷർട്ട് വയ്ക്കടോ കൈ വിലങ്ങ്. ശരി സാർ. അടങ്ങി നിൽക്കണം. നിന്നോട് അടങ്ങി നിൽക്കാനാ പറഞ്ഞേ. കൊണ്ട് പോടോ സോമശേഖര. നടക്കടാ. വിടറോ. ഇങ്ങോട്ട് നടക്കടാ. ഇങ്ങോട്ട് വാടോ. വിടാൻ. അടങ്ങി നിൽക്കണം. വിടാൻ. സോമശേഖര നിന്ന് പിടയ്ക്കാതെടാ. സ്ഫടികത്തിൽ ഇങ്ങനെ കൊണ്ടുവന്ന സീനിലേ കൂടെ നടക്കാൻ സിൽക്ക് സ്മിത ഉണ്ടായിരുന്നു. അത് കാണികൾക്കൊരു ഹരവുമായിരുന്നു. ഇവിടെ നിന്റെ കൂടെ നടക്കുന്നതേ ഞാനാ. നീ തളരുമ്പോഴേ ഞാൻ നിനക്ക് കുറേശ്ശെ കുറേശ്ശെ ഊർജം തരും. ഞാൻ എൻ്റെ ഈ കൈമുട്ട് കൊണ്ടായിരിക്കുമെന്ന് മാത്രം. എന്നാ പിന്നെ നമുക്ക് സ്ഫടികൻ ജോർജും മോഹൻലാലും കളിക്കാം. നിന്റെ മോഹം അങ്ങനാണെങ്കിൽ അത് തന്നെ നടക്കട്ടാ. പിടിച്ചു കയറ്റോ. വിടാനാ പറഞ്ഞ. നീ അത്രയ്ക്കായോടാ. ബാക്കി നിനക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. ജീപ്പ് എടുക്കണോ. എടോ പോയി വീഡിയോ എടുക്കണോ. സാർ. സ്ത്രീയെ പീഡിപ്പിക്കുന്നവനൊക്കെ ഇമാതിരി ശിക്ഷ കിട്ടുമെന്ന് ജനമൊന്ന് കാണട്ടെ. സോമശേഖര, ഇതോടുകൂടി നിന്റെ തിളപ്പ് തീരുവോടാ. ഇല്ലെങ്കിൽ നിന്റെ തിളപ്പ് തീർക്കാൻ നിന്നെ തിളച്ച വെള്ളത്തിൽ ഞാൻ മുക്കിയെടുക്കാം. സോമശേഖര, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത് നീ. അതിന് ഈ കേസിൽ നിന്ന് നീ പുറത്തു വന്നിട്ട് വേണ്ടേ. പെണ്ണിനെ തൊട്ടാൽ അതേത് രീതി തൊട്ടാലും ആണിന്റെ അവസ്ഥ ഒന്നുകിൽ കാരാഗ്രഹം അല്ലെങ്കിൽ ആത്മഹത്യ. അങ്ങനെയാണ് ഈ ലോകം. ഇനി നിനക്ക് ചെയ്യാവുന്ന ഏക കാര്യം നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താതെ നിന്റെ ആത്മാവിനെ എങ്ങനെയെങ്കിലും ഒന്ന് മുകളിലേക്ക് എടുക്കണമെന്ന് ഈശ്വരന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് വിളിച്ചാലേ അതിന്റെ ഫലം കാണുകയും ചെയ്യും. നിന്റെ പേര് ശിവനെന്നല്ലേ, അപ്പൊ കാലം കേട്ട പാതി കേൾക്കാത്ത പാതി ഇങ്ങ് എത്തിക്കോളും. നടക്കടാ വേഗം. അവിടെ എത്തിയിട്ടേ കുറെ കലാപരിപാടികൾ ഉള്ളതാ. അവന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇനി എടുക്കണോ. സോമശേഖര, എന്റെ കൂളിംഗ് ഗ്ലാസ് ഞാൻ എന്റെ ജീവനായിട്ട് കരുതുന്നതാ. അത് ചവിട്ടി പൊട്ടിച്ച നിന്നോട് ഈ ശിവൻ ക്ഷമിക്കില്ല. നിന്റെ വിധി നീ തന്നെ എഴുതുവാണല്ലോടാ സോമശേഖര. ശിവഭഗവാന്റെ താണ്ഡവത്തെക്കുറിച്ച് നിനക്കറിയില്ലല്ലോ. പ്രപഞ്ചത്തെ ലയിപ്പിക്കാനായി ഭഗവാൻ നടത്തുന്ന രൗദ്രമായ നൃത്തം. അഗ്നിയും കാറ്റും ഇടിയും മുഴങ്ങുന്ന ഈ നൃത്തവേളയിൽ ഭഗവാൻ രൗദ്രനായി മാറും. സർവവും ഭസ്മമാക്കുന്ന രൗദ്രഭാവം നീ എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. കാരണം ഇത് ശിവോഹം 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 ശിവോഹം. നിനക്കിത് വിയോഗമാവാതിരിക്കട്ടെ. നീയൊക്കെ ഇപ്പോ ഏതറ്റം വരെയും പൊക്കോ. എന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരൽപ്പമെങ്കിലും ജീവനുണ്ടെങ്കിൽ ഒരെണ്ണവും വീട്ടിൽ കിടന്നുറങ്ങില്ല.
അത് ഈ സോമശേഖരൻ അറിയാം. അല്ലടാ, തല്ലി തകർക്കന്നെ. പക്ഷെ കൊന്നേക്കണം. ഇല്ലെങ്കിൽ പേടിക്കണം നീയൊക്കെ. കൊല്ലൂന്ന് പറഞ്ഞ ശിവൻ കൊന്നിരിക്കും. വിടടാ. ഹലോ സാർ. എന്താണോ അവിടെ? നാട് റോഡിൽ ഒരുത്തനെ മുണ്ടുരിഞ്ഞ് വിലങ്ങ് വെച്ച് പ്രദർശനം നടത്തുവാണോ? സാർ അത് പിന്നെ Shut up! മര്യാദക്ക് ഡ്രസ് കൊടുത്ത് ജീപ്പ് കയറ്റി കൊണ്ടുപോകണോ അവനെ? ഹലോ ഹലോ. ഛേ, ഇവളുടെ ഇരിപ്പും ഭാവവും കണ്ട ഞാനും ഏട്ടനും ഇവളുടെ വീട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുന്ന പോലുണ്ട്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വട്ടായതാണെന്നാ തോന്നുന്നത്. എന്താടി, എന്നെ ഇവിടുന്ന് എങ്ങനെ കെട്ടുകെട്ടിക്കാന്ന് ആലോചിക്കാണോ? അതിനാലോചിക്കാൻ എന്തിരിക്കുന്നു? ഇത് ഞങ്ങളുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ. ഞങ്ങള് വീടൊഴിഞ്ഞാ പിന്നെ നിനക്കും വീടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരില്ലേ? ഓ, അതായിരുന്നോ ഇത്ര നേരം ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരുന്നേ? എന്തായാലും ആങ്ങളെയും പെങ്ങളും കൂടി ഒന്ന് ഇറങ്ങി നോക്ക്. അപ്പ കാണാം ഞാൻ എവിടേക്കാ വന്ന് കേറുന്നതെന്ന്. എത്രയായി? 70. ചന്ദ്രേ, ആ റാണി, ആ ഡേസി പണി പറ്റിച്ചു. ശിവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡേസി കൊല്ലാൻ നോക്കിയെന്ന കേസ്. ഇതെന്ത് ന്യായാ? കൊല്ലാൻ നോക്കിയത് ഏട്ടനെ ഉപദ്രവിച്ചതും ഇവളല്ലേ? പിന്നെങ്ങനെ ഏട്ടന്റെ പേര് കേസാവും? കേസ് കൊടുക്കുന്ന പെണ്ണാണെങ്കിലേ സംഗതി ജാമ്യല്ല മോളെ. സ്ത്രീകളെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നതേ ബോധപൂർവം ആണെങ്കിൽ ശിക്ഷ കൂടും. ഇവിടെ ശിവൻ ഉപദ്രവിച്ചത് ബോധപൂർവം ആണ്. 2, സ്ത്രീത്വത്തെ അപമാനിക്കൽ. സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്ന രീതിയിൽ പെരുമാറുകയോ ബലപ്രയോഗം നടത്തുകയോ ചെയ്താൽ ജാമ്യം കിട്ടില്ല. 1 വർഷം മുതൽ 5 വർഷം വരെ തടവിനും സാധ്യതയുണ്ട്. ഇത് എവിടത്തെ ന്യായാ? സ്ത്രീ പുരുഷനെ ആക്രമിച്ചാലും കേസ് വരുന്നത് പുരുഷനെതിരെ. നീ അപ്പൊ കരുതിക്കുട്ടിയുള്ള ആക്രമണമായിരുന്നല്ലേ? പിന്നെ നീ എന്ത് കരുതി?